നവകേരള സദസ്സിനോട് പ്രതിപക്ഷത്തിന് പകയെന്ന് മുഖ്യമന്ത്രി. നാട് സ്വീകരിച്ച പരിപാടിയാണ് നവകേരള സദസ്സെന്നും അതിനോടുള്ള അസഹിഷ്ണുതയാണ് പ്രചാരണ സാമഗ്രികൾ നശിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. മുളകുപൊടിയും ഗോലിയും പോലീസിന് നേരെ ഉപയോഗിക്കാൻ അണികളെ പ്രേരിപ്പിക്കുന്നത് കോൺഗ്രസ് നേതൃത്വമാണ്. തിരുത്താൻ പറ്റുമെങ്കിൽ ഇനിയെങ്കിലും കോൺഗ്രസ് തിരുത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഈ പരാതികളുടെ ഒരു പൊതു സ്വഭാവത്തിൽ വിവിധ തരത്തിലത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ചില പരാതികൾ സാധാരണ നിലക്കുള്ള അവരുടെ ചില പ്രശ്നങ്ങൾ അറിയിക്കൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഇപ്പം തന്നെ ഒന്നും ചെയ്യാൻ ഉണ്ടാവില്ല. അത്തരം കാര്യങ്ങൾ അവരെ കൃത്യമായി അറിയിക്കുന്നതോടുകൂടി തന്നെ അതിൻ്റെ അകത്ത് നിലപാടുകളായി. ചില കാര്യങ്ങളാണ് നല്ല നിലക്ക് പരിഹാരം കാണേണ്ട പ്രശ്നങ്ങളായിരിക്കും. അത് കുറച്ച് അധികമാണ്. ആ പ്രശ്നങ്ങളിൽ നല്ല നിലക്ക് പരിഹാരം കാണാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കുറേ പരിഹാരം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് പൂർണ്ണമായും പരിഹരിക്കാൻ തന്നെയാണ് നടപടികൾ എടുത്തു വരുന്നത്. അത് പോലീസ് നോക്കിക്കോളും. പോലീസിന്റെ ഇപ്പൊ നവകേരള സദസ് ആരംഭിച്ചപ്പോൾ മുതൽ പ്രതിപക്ഷവും അവരുടെ യുവജന സംഘടനകളും തുടങ്ങിയ അക്രമ മനോഭാവം അതിന്റെ പ്രതിഫലനമാണ്. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിന്റെ ഭാഗമായാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. പ്രാരംഭഘട്ടത്തിൽ വാഹനത്തിന് മുന്നിൽ ചാടി വീഴലാണ് ഉണ്ടായത്. പിന്നീടൊരു ഘട്ടത്തിൽ ഷൂ എറിയുന്ന നിലയിലേക്ക് മാറി. ഒടുവിൽ ഈ അക്രമ സംഭവങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ എങ്ങനെയാണ് അരങ്ങേറിയതെന്ന് എല്ലാവരും കണ്ടു കഴിഞ്ഞതാണ്. നവകേരള സദസ്സിനോട് എന്തോ വല്ലാത്തൊരു അലർജിയുടെ രീതിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര, കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളിലാണ് നവകേരള സദസ്സിന്റെ ഇന്നത്തെ പര്യടനം. നാളെ വട്ടിയൂർക്കാവിൽ പൊതുയോഗത്തോടെ നവകേരള സദസ്സ് സമാപിക്കും. വി അരുൺ ചേരുന്നു. അരുൺ, മുഖ്യമന്ത്രി ഇന്ന് എന്തൊക്കെയാണ് പ്രധാനമായും മാധ്യമങ്ങളോട് പ്രതികരിച്ചത്? നവകേരള സദസ്സിന്റെ ഇന്നത്തെ പരിപാടികൾ എങ്ങനെയൊക്കെയാണ്? ധന്യ, വല്ലാത്ത പകയോടുകൂടിയാണ് നവകേരള സദസ്സിനെ പ്രതിപക്ഷം കാണുന്നത്. അതുകൊണ്ടാണ് ഈ പ്രചരണ സാമഗ്രികൾ പോലും പ്രതിപക്ഷ പ്രവർത്തകർ അടിച്ചു തകർക്കുന്നത്. അങ്ങനെ അടിച്ചു തകർത്താൽ ജനങ്ങൾ ഇത് കാണാതിരിക്കുമോ, ഇവിടേക്ക് എത്താതിരിക്കുമോ എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ വൈകിയ ഒരു ദിവസം മാത്രമേ ഉള്ളൂ നവകേരള സദസ്സ് അവസാനിക്കാൻ. ഈ വൈകിയ വേളയിലെങ്കിലും തിരുത്താൻ പ്രതിപക്ഷം തയ്യാറാകണം. തിരുത്തി പൊതുധാരയ്ക്കൊപ്പം നിൽക്കാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്ന അഭ്യർത്ഥനയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മുന്നോട്ട് വച്ചത്. നാട് സ്വീകരിച്ച പരിപാടിയാണ് നവകേരള സദസ്സ്. അതിനോടുള്ള അസഹിഷ്ണുതയാണ് പ്രചരണ സാമഗ്രി നശിപ്പിക്കുന്നത്. മുളകുപൊടിയും ഗോലിയും പോലീസിനെ ഉപയോഗിക്കുന്നു. അണികളെ പ്രേരിപ്പിക്കുന്നു. ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത് നേതൃത്വമാണ്. എന്തൊരു പകയാണ് കോൺഗ്രസിന്, UDF-ന് ഈ നവകേരള സദസ്സിനോടെന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. പരാതി പരിഹാരങ്ങൾ കൃത്യമായി നടക്കും. അത് ചീഫ് സെക്രട്ടറി മോണിറ്റർ ചെയ്യുന്നുണ്ട്. ജില്ലകളിൽ കളക്ടർക്ക് പുറമെ മറ്റു ഉദ്യോഗസ്ഥരെ കൂടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായ കാര്യങ്ങൾ നടക്കുമെന്ന മറുപടി മുഖ്യമന്ത്രി നൽകി. പ്രതിപക്ഷത്തിന്റെ കുറ്റവിചാരണ സദസ്സിനെ മുഖ്യമന്ത്രി പരിഹസിച്ചു. നവകേരള സദസ്സിലെ ആൾക്കൂട്ടം കണ്ടപ്പോൾ ഇത് ആൾക്കൂട്ടത്തിലെ ഒഴുക്കിന്റെ കാലമാണ് എന്ന് പ്രതിപക്ഷം തോന്നി. അങ്ങനെയെങ്കിൽ ഞങ്ങളും ഒരു ആഹ്വാനം നടത്തിയേക്കാം. അങ്ങനെ അവരും ആഹ്വാനം നടത്തി കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിച്ചു. പക്ഷേ അവിടെ കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസം അവിടെ ഉണ്ടായി. UDF-കാർ പോലും, UDF-ന് ആൾക്കൂട്ടമില്ലാത്ത മുന്നണി എന്ന് പറയുന്നില്ല, പക്ഷേ UDF-കാർ പോലും അത് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയുണ്ടായെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു. ഏതായാലും നവകേരള സദസ്സ് അവസാനത്തോടടുക്കുന്നു. ഒരു മാസത്തിലേറെയായി. കഴിഞ്ഞ നവംബർ 17 മഞ്ചേശ്വരം മണ്ഡലത്തിലെ പൈവീടുകളിൽ ആരംഭിച്ച നവകേരള സദസ്സ് ഇന്ന് കാട്ടാക്കട എത്തിനിൽക്കുന്നു. നാളെ തിരുവനന്തപുരം നഗരത്തിലെ മണ്ഡലങ്ങളിലാണ് പര്യടനം. അതോടുകൂടി ഔദ്യോഗികമായ നവകേരള സദസ്സിന് അവസാനമാകും. വൈകിട്ട് വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ സംയുക്ത പൊതുയോഗമാകും. നവകേരള സദസ്സാകും വട്ടിയൂർക്കാവ് പോളിടെക്നിക് ഗ്രൗണ്ടിൽ നടക്കുക. ഏതായാലും വലിയ വിജയമായത് മാറിയെന്ന അവകാശവാദമാണ് തുടക്കം മുതൽ സർക്കാരിനുള്ളത്, ഇടതു കേന്ദ്രങ്ങൾക്കുള്ളത്. ഇപ്പോഴും അവർ അത് ആവർത്തിക്കുന്നു.
നാളെ എന്തൊക്കെ പരിപാടികളാണ് പ്രധാനമായും പ്ലാൻ ചെയ്തിരിക്കുന്നത്? അവസാന ദിവസമാണ്, ഏറ്റവും ഭംഗിയായി അത് അവസാനിപ്പിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതുകൂടാതെ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിഷേധം നാളെ നടക്കാനുള്ള സാധ്യത അത് എത്രത്തോളമാണ്, എത്രത്തോളം സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്? നാളെ അവശേഷിക്കുന്ന മണ്ഡലങ്ങളിലെ നഗരമണ്ഡലങ്ങളിലെ നേമവും അതുപോലെ തന്നെ വട്ടിയൂർക്കാവും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ തിരുവനന്തപുരം ഉൾപ്പെടെ മണ്ഡലങ്ങളിലെ നവകേരള സദസ്സ് പതിവ് പോലെ നടക്കും. രാവിലെ ഇടപ്പഴികയിൽ ഒരു ഹോട്ടലിൽ ഒരു കൺവെൻഷൻ സെന്ററിൽ പ്രഭാത യോഗം നടക്കും. അതിനുശേഷം പതിവ് പോലെ മറ്റു മണ്ഡലങ്ങളിലേക്ക് മുഖ്യമന്ത്രി മന്ത്രിമാരും പോകും. അവസാന പൊതുയോഗത്തിൽ വലിയ ജനക്കൂട്ടം ഉണ്ടാകും. രണ്ട് മണ്ഡലങ്ങൾ ഒരുമിച്ചാണ് അവിടേക്ക് എത്തുന്നത്. തിരുവനന്തപുരവും അതുപോലെ വട്ടിയൂർക്കാവും രണ്ടും ഇടതും MLA മാരുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ വലിയ ആൾക്കൂട്ടം പ്രതീക്ഷിക്കുന്നു. കൊട്ടിക്കലാശം ഗംഭീരമാക്കാൻ തയ്യാറെടുപ്പുകൾ ഇതിനകം CPM ഇട നേതൃത്വങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് വലിയ സുരക്ഷ ഏർപ്പെടുത്തും. നഗരത്തിലാണ് UDF-ന്റെ പ്രവർത്തകർ ശക്തമായ പ്രവർത്തനമുള്ള സ്ഥലമാണ്. വലിയ പ്രതിഷേധങ്ങൾ ഇന്നും നാളെയും ഒക്കെ ഉണ്ടാകുന്ന സൂചനകളുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസ് ഒരുക്കും. ഇതിലിപ്പോ ഈ നവകേരള സദസ്സ് വൻ വിജയമെന്ന് അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് മന്ത്രിമാരെല്ലാവരും. കൂടെ തന്നെ ഈ പരാതി പരിഹാരം, അതാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യം. ഒരുപാട് പരാതികൾ, ഓരോ ജില്ലകളിൽ നിന്ന് ഒരുപാട് പരാതികൾ വരുന്നു. അത് പരിഹരിക്കാൻ കൃത്യമായി സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? ഇനിയുള്ള ദിവസങ്ങളിലും അതിന്മേലുള്ള ശ്രദ്ധ സർക്കാരിനെ സംബന്ധിച്ച് എത്രത്തോളമായിരിക്കും? നവകേരള സദസ്സ് സർക്കാർ പരിപാടിയാണ്. അത് ഇടതുമുറിന്റെ പരിപാടിയല്ല, പ്രതിപക്ഷത്തിലുള്ള പരിപാടിയല്ല എന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിന് രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഇടതുമുന്നണിക്ക് ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ്. അവരുടെ സംഘടനാ സംവിധാനത്തെ, CPM-ന്റെയും മറ്റ് ഘടകകക്ഷികളുടെയും സംഘടനാ സംവിധാനങ്ങളെ പൂർണ്ണമായും സജീവമാക്കാൻ ഇതിലൂടെ കഴിഞ്ഞുവെന്നത് വ്യക്തമാണ്. പ്രത്യേകിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. അതിന് മുന്നോടിയായി അവർ അത് പ്രയോജനപ്പെടുത്തി. അതിനപ്പുറത്തേക്ക് ധന്യ ചോദിച്ചതുപോലെ വിജയമെന്ന് പറയുന്നത് സ്വാഭാവികമായും ഇതിലുയർന്ന പരാതികൾ, അവയ്ക്ക് സർക്കാർ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ തീർപ്പ്, അതാണ് ഏറ്റവും പ്രധാനം. ആ പരാതികൾ കൃത്യമായി തന്നെ സമയബന്ധ പരിഹരിക്കുമെന്ന മറുപടി ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ അതിന്റെ കണക്ക് പറയാൻ അദ്ദേഹം ഇതിൽ തയ്യാറായിട്ടില്ല. എത്ര പരാതികൾ കാസർഗോഡ് മഞ്ചേശ്വരത്ത് ലഭിച്ച പരാതികൾ തുടങ്ങി ഇതുവരെ എത്തുമ്പോൾ എത്ര പരാതികൾ പരിഹരിച്ചു, അത് ഏതെല്ലാം തലത്തിൽ പരിഹരിച്ചു എന്ന കാര്യമൊന്നും സർക്കാർ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. അതിന്റെ ഒരു ഓഡിറ്റിംഗ് ആകും ഇനിയുള്ള ദിവസങ്ങൾ സർക്കാർ നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളി. അതുകൂടി ആ രീതിയിൽ ജനങ്ങളുടെ ആഗ്രഹത്തിന്, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും സർക്കാർ അവകാശപ്പെടുന്ന പോലെ ഇതൊരു വലിയ വിജയമായി, ചരിത്രമായി മാറിയെന്ന് പറയാൻ കഴിയും.